ബുക്ക് ചെയ്തിട്ടോ, തോണി ബുക്ക് ചെയ്തു. ഹായ്, നമ്മളേ ഇപ്പോൾ എവിടെ വെച്ചിട്ടാ തോണി നോക്കാൻ വന്നിറക്കാം. സ്ഥലത്തിന് പേരെന്താ? കടലുണ്ടി. കടലുണ്ടി കേട്ടോ, കടലുണ്ടി. നമ്മൾ ഒരു സ്പെഷ്യൽ ആളുണ്ട്, ഞങ്ങൾ ആളെയും കൂട്ടിയിട്ടാണ് പ്രാവശ്യം വന്നിട്ടുള്ളത്. നമ്മളെ അന്നേട്ടൻ്റെ കേട്ടോ. കടലുണ്ടി പാലത്തിൻ്റെ തൊട്ട് താഴെ തന്നെ കേട്ടോ ആണ് തോണി ഉണ്ടാക്കണ ഷെഡ്. കടലുണ്ടി പാലത്തിൻ്റെ നേരെ അടിയിൽ. എന്തേ അതിന് ചങ്ങലുണ്ടോ? ഫ്രെയിമാണ്. ആ നല്ല ഡൈ അല്ല ചെയ്തുകൊണ്ടിരിക്കുക, വർക്ക് ചെയ്യാൻ മാത്രമുണ്ടോ? വിളിച്ച് ആ സെയിമാ സിൽവർ കളർ ഉണ്ടാവും. ഇതേമാതിരി നമുക്ക് ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവും. രണ്ട് സൈഡിലും അങ്ങനത്തെ ഡോർ ഉണ്ടാവും. ഈ ബോക്സിന് അതിൽ സ്റ്റിക്ക് വെക്കാളൊക്കെ കണ്ടിരുന്നല്ലോ. സ്റ്റിക്ക് വെക്കാളൊക്കെ വിദ്യാർത്ഥിനാണെങ്കിൽ അതിലൊക്കെ ഉണ്ടാവും. എല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ ചിറ അങ്ങനെ ജമ്മിക്കള്ളി ആക്കണമെങ്കിൽ അങ്ങനെ വെക്കാം. അല്ലെങ്കിൽ ചിറ മൂടണമെങ്കിൽ രണ്ട് സൈഡിൽ മൂടി വെക്കണമെങ്കിൽ അങ്ങനെ ഉണ്ട്. ഇത് അടി പരന്ന ടൈപ്പ് അതോ മറ്റേ ആ ഇത് തന്നെ പറഞ്ഞ തന്നെ അതേമാതിരി. അതായത് മറ്റേ മരത്തിൻ്റെ ഉണ്ടാവില്ല അടിക്ക് ആ ടൈപ്പ് അല്ലല്ലോ. വെയിറ്റ് അങ്ങനെ ഉണ്ട്. വെയിറ്റ് 80 കിലോ ഉണ്ട്. ഒരു ഭാഗത്ത് പിടിച്ചിട്ട് രണ്ടുപേർക്ക് തൂക്കി കൊണ്ടുപോകാനുള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. നമുക്ക് മറ്റേ തോണി ഇത് പിന്നെ 20,000 രൂപ. ഇത് കുറേ 3 ആൾക്ക് ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടാവും. മറ്റേല് 3 ആൾക്ക് ഇരിക്കാം. പക്ഷേ ഒന്നും കൂടി ഫെസിലിറ്റി കൂടുതലാണ്. പക്ഷേ പിന്നെ കുറേ അറകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഹലോ, പൈപ്പ് അടിക്കാം. ഇത് നടുവിൽ മറ്റേ മണൽ. ഇത് മണല മരപ്പൊടി ചോക്കുപൊടി അല്ലേ? ബാലൻസ് ഇട്ടാ വേണ്ടിയല്ലേ? ആ മറ്റേ സെൻറ്റർ കറക്റ്റ് ബാലൻസ് അതിന് വേണ്ടി ഇടണല്ലേ? വെയിറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. മരം വെച്ച് കഴിഞ്ഞാൽ ഫൈബർ താഴ്ന്നിട്ട് മരം കാണും. ഇതാകുമ്പോ ഇതൊന്നും ഇത് കോൺക്രീറ്റിന്റെ ഭയങ്കര പവറായിരുന്നു. അതേപോലത്തെ കെമിക്കൽ ആവുണ്ടല്ലേ? അതേ മെറ്റലാണ്. ഇതാണ് അത് അവിടെ തൊട്ടോക്കറത് സാധനം തന്നെ വന്നു. അത് ഫസ്റ്റ് സ്ട്രോങ് ആ. നാളത്തേക്ക് അതെ ഇപ്പൊ ഇട്ടിട്ടുള്ളൂ അപ്പോഴേക്കും നല്ല ഇട്ടിട്ട് വരുന്നുള്ളൂ. ആ കല്ല് പോലെ ഈ പറഞ്ഞ പോലെ കോൺക്രീറ്റ് ഉണങ്ങുന്ന പോലെ ഉണങ്ങിയാണ്. ഫൈബറിൻ്റെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ കുറച്ച് ലേറ്റ് ആയി. ഒരു ഏകദേശം 4-5 മണിയായി. അപ്പോൾ പണി കഴിഞ്ഞ് അവർ സാധനങ്ങളൊക്കെ കൊണ്ടുവയ്ക്കാനുള്ള പരിപാടിയിലായിരുന്നു. എല്ലാ പരിപാടിയും അവിടെ തന്നെ ചെയ്യുന്നു. പെയിൻറ്റിങ് ആണെങ്കിലും ഫുൾ വർക്ക് അവിടെ തന്നെ ചെയ്യുന്നു. ഒരു വർക്കും പുറത്ത് കൊടുക്കുന്നൊന്നുമില്ല. ഇപ്പൊ നമ്മളെ കണ്ട തോണിയുടെ അടി ഇതേപോലെ ആവൂലേ? സെയിം അല്ലേ? ആ അതേപോലെ. അല്ലെങ്കിൽ പുല്ലോട്ടുന്ന വിഷയം വെച്ചാൽ ഈസിയായിട്ട് ഈ ഇതൊക്കെ എന്താ റേറ്റ് വരുന്നത്? 16 ഇതൊക്കെ 25 ടൂറിസത്തിനൊക്കെ പോണ സാധനം കേട്ടോ.
ടൂറിസത്തിന് വേണ്ടിയുള്ള വലിയ ബോട്ടാണ്, 10-20 ആളിരിക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ തോണി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി വീഡിയോസ് കാണാൻ നമ്മളെ ഫോളോ ചെയ്യാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബായ്. അപ്പോൾ ഇതാ ഈ സാധനമായിട്ട് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്, ഇതേപോലത്തെ. ഓക്കെ.